ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ മലയാറ്റൂർ മലയാറ്റൂർ പള്ളിയുടെ അടുത്തുള്ള നമ്മുടെ നക്ഷത്ര തടാകത്തിൽ സ്റ്റാർസ് ഒക്കെ ഇട്ടു. തടാകത്തിന് ചുറ്റിനും നല്ല ഭംഗിയാണ് കേട്ടോ. അവർ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ലൈറ്റ് ഒക്കെ ഇടുള്ളൂ. പണി തീർന്നിട്ടില്ല. സ്റ്റാർസ് ഒക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഒരു ചാനലിൽ ഞാൻ കാണുകയും ചെയ്തു കേട്ടോ, നക്ഷത്ര തടാകത്തിൽ മീനുണ്ട്, മീൻ പിടിക്കാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ രണ്ട് കാര്യവും നടക്കും, മീനെയും പിടിക്കാം, ഈ സ്റ്റാർസ് ഇട്ടിരിക്കുന്നൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ അവിടെ ഉച്ചയായപ്പോഴത്തേക്കും ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെയാണ് കേട്ടോ വണ്ടി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു പയ്യൻ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് ഞാൻ ചൂണ്ടയൊക്കെ എടുത്ത് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണും എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്ന വഴി എന്നെ പാസ് ചെയ്തൊരു കാറ് പോവുകയാണ്. ഫ്രണ്ടിലോട്ട് പോയിട്ട് ആ കാർ അവിടെ നിർത്തിയിട്ടു. ഞാൻ വീഡിയോ എടുത്തിട്ട് തിരിച്ച് നടന്നു വരുന്ന വഴി ഒരു കാറ് നമ്മുടെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കി കേട്ടോ, നോക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷെ എന്താ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. ഒരു ചെറിയ പെൺകുട്ടിയാണ്, സ്കൂൾ യൂണിഫോമിലാണ് അവള്. കൂടെ ഒരു മുതുക്ക് മനുഷ്യൻ ഇരിപ്പുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതാണ് കുഞ്ഞിനോട് ചെയ്യുന്നത്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഞെട്ടിപ്പോയി. ആ കാഴ്ച ദൈവമേ എൻ്റെ മുന്നിൽ കണ്ടല്ലോ എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. പക്ഷെ അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ, പ്രതികരിക്കണ്ടേ എന്നൊരു ചിന്ത എനിക്ക് വരും. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാരണത്തേക്ക് നോക്കുമ്പോൾ ബാക്കിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ഞാൻ നടന്ന് ആ മീൻ പിടിക്കുന്ന അയാളുടെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ, എന്നെക്കാട്ടി ചെറുതാണ്, എന്നാലും ഞാൻ വിളിച്ച പേരറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഇതേപോലെ ആ കാറിനകത്ത് ഒരു സംഭവം നടക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ്, സ്കൂൾ യൂണിഫോമിലാണ്, വാ ചേട്ടാ നമുക്ക് പോയി അവരെ ഒന്ന് സംസാരിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ചെന്ന. അപ്പം അയാൾ പറയാം, നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കുക, നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കത്തൊന്നുമില്ല, ഇതൊക്കെ ഇവിടെ നിത്യ സംഭവമാണ്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ മറ്റോ, നിങ്ങൾ മീൻ പിടിക്കാൻ വന്നാണെങ്കിൽ മീൻ പിടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ പോയി അവരോട് വിളിച്ച് സംസാരിക്കുക. ഇപ്പോൾ ഈ പട്ടിയും പൂച്ചയൊക്കെ റോഡിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ നേരെ കുറച്ച് ചാടുമല്ലേ. അപ്പോൾ ഒരു ആണൊരുത്തൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ധൈര്യം ഉണ്ടാവും. സത്യം ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ഞെട്ടിത്തരിച്ചു പോയി. കാരണം അവിടെ റബ്ബർ തോട്ടമാണ്, ആ വശം മുഴുവനും വീടുകളൊക്കെ ദൂരെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. ഇയാളാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കൊന്നുമില്ല. ഞാനപ്പോൾ അതിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. ബൈക്ക് കൈ കാണിച്ച് നിർത്തിയപ്പോഴത്തേക്കും കെട്ടിപ്പിടിച്ചിരുന്ന് വരുന്ന രണ്ട് യുവമിഥുനങ്ങളാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തിനി അവരും കൂടെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചു. സോറി, എന്താണെന്ന് ചോദിച്ചപ്പോൾ സോറി, എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അവരും അപ്പോൾ ബൈ എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ് അവർ പോയി കേട്ടോ. അപ്പോഴാണ് ഒരു കാറ് വരുന്നത്. ഞാൻ ആ കാറ് കൈ കാണിച്ച് നിർത്തിയപ്പോൾ ഈ ചെറുക്കൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് അല്ലേ? പറഞ്ഞു, അതിനെന്താ നീ പ്രതികരിക്കുന്നില്ല, എന്നാൽ പിന്നെ ആരെങ്കിലും ഇത്. അപ്പോൾ ആ കാറുകാരൻ എന്നോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സാറേ ഇന്നണക്കാണ് ഒരു വണ്ടിയിൽ ആ കാണുന്ന കാറിനകത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു സ്ത്രീ ഇരുന്നിട്ടുണ്ട്, അതിനകത്ത് ഒരാളിരുന്ന് വൃത്തിയായിട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു കേട്ടോ. ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അതൊന്നും ശ്രദ്ധിക്കേണ്ടെന്നേ, ഇവിടെ ഇതൊക്കെ നിത്യ സംഭവം, ഞാൻ കുറച്ച് അപ്പുറത്തുള്ളതാണ്, ഞങ്ങളൊക്കെ ഇതിനെതിരെ ഒരുപാട് സംസാരിച്ചതും പ്രതികരിച്ചതും ഒക്കെയാണ്. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരിങ്ങനെ സൗകര്യം നോക്കി വരുന്നതാണ്. നമുക്ക് എപ്പോഴും ഇതൊരു ഇതാക്കി വെച്ചുകൊണ്ട് പ്രതികരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഈ ഒരു കാര്യം. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണ്, പോലീസിനെ വിളിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, പോകുന്ന വഴിക്ക് പോലീസ് വണ്ടി വല്ല കടപ്പുണ്ടെങ്കിൽ ഒന്ന് പറയുക, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കാണുവാണെങ്കിൽ പറയാം കേട്ടോ. അല്ല, സാധാരണ ഇവിടെ പെട്രോളിംഗ് ഒക്കെ ഉണ്ടാവാറുള്ള, കണ്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹം വണ്ടി വിട്ടു പോയി കേട്ടോ. അപ്പോൾ അദ്ദേഹം പോയി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ജീപ്പ് വരുവാണ്. ഈ കാറിന് പുറകിലായിട്ടാണ് പോലീസ് ജീപ്പ് വരുന്നത്. അപ്പം ആ ചെക്കൻ എന്നോട് പറഞ്ഞു, ഏറ്റവും ഇതേ പോലീസ് ജീപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പോലീസ് ജീപ്പ് വന്നതേ ഇയാൾ കാറെടുത്ത് അങ്ങ് വിട്ടുപോയി കേട്ടോ. കാറെടുത്ത് വിട്ടുപോയി. ഈ പോലീസ് വണ്ടി പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ടാണ് ഇങ്ങനെ പോലീസ് വണ്ടി പോകുന്നത്. ആ പോലീസ് വണ്ടി പോയി, ഇയാൾ കാർ വിട്ടു. എന്നാൽ ഇവർ പുറകെ പോകുമല്ലേ ഈ പോലീസുകാർ ചെയ്തത്. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ചെന്നിട്ട്
റിവേഴ്സ് എടുത്ത് എൻ്റെ അടുക്കലേക്ക് വരുവാണ് ചെയ്തത്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് അവർ പോയി കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അവർ പോയി എന്ന് പറഞ്ഞു. അപ്പം എനിക്കിനി ചോദിക്കാനുണ്ട്, പുറകെ പോകാതിരുന്നില്ല, നിങ്ങൾക്ക് പിടിക്കാതിരുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷെ ഞാനൊന്നും വേണ്ടിയില്ല, കാരണം പോലീസുകാർക്ക് നമ്മളെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അവർ പിടിക്കാൻ വന്നവരാണെങ്കിൽ അവർക്ക് എവിടെ ഇട്ട് വേണമെങ്കിലും ആ കാറ് പിടിക്കാം. അപ്പോൾ പോലീസുകാരൻ എന്നോട് ചോദിക്കുകയാണ്, SIയും ഒരു ഡ്രൈവറും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് കണ്ടോ, അവർ ചെയ്യുന്നതൊക്കെ കണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കാണുകയും ചെയ്ത്, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അവർ ചെയ്ത് ആ പെൺകുട്ടിയുടെ മുഖം അടക്കം, ആ സ്ത്രീയുടെ ആ പുരുഷൻ്റെ മുഖം അടക്കം അവർ ചെയ്ത പ്രവൃത്തി, അവർ കാറിൻ്റെ നമ്പർ അടക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി തന്നെയാണ് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അയ്യോ യൂട്യൂബറാണോ, അതൊന്നും വേണ്ട കേട്ടോ, അതൊന്നും ഇടണ്ട, അത് മോശമല്ലേ എന്ന്. എന്ത് മോശമാണ്? എന്ത് മോശമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? ഒരു ചെറിയ പെൺകുട്ടിയാണ്. പിന്നെ ഈ നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ഘോരഘോരം പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ മുന്നിൽ അനീതി കൊണ്ട് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. പക്ഷെ ചില സാഹചര്യങ്ങളുണ്ട്, നമ്മൾ സ്ത്രീയാണെന്നുള്ള നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ടെന്നേ. അതെനിക്ക് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള കാമക്കണ്ണും കൊണ്ട് നടക്കുന്ന കാമരാക്ഷസന്മാർ റോഡിൽ കിടന്ന് കാണിക്കുന്ന കാമപ്പേക്കുത്തിന് നമ്മൾ എന്താ പറയുക? അതിന് വീണ്ടും ആ പോലീസുകാരൻ എന്നോട് ചോദിക്കുകയാണ്, എവിടെയോ വീട്, ഇവിടെയൊന്നും ഉള്ളതല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല മലയാളം പറയാം. ഞാൻ പറഞ്ഞു ഞാൻ മലയാളിയാണ്, എൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്താണ് അല്ലേ? ശരി, ഏതാ ചാനലിൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു ട്രാവൽ ക്യൂൻ. എന്താ പേര് മേഡത്തിൻ്റെ? ഞാൻ പറഞ്ഞു എൻ്റെ പേര് ബീന ജോസഫ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ സബ് ചെയ്യാട്ടോ, ഞാൻ നോക്കാട്ടോ എന്നങ്ങനെ പറഞ്ഞിട്ട് അവർ കുറച്ച് മാറിപ്പോയി കിടക്കുകയാണ് വണ്ടി ഇട്ടുകൊണ്ട്. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, എന്താണ് എന്നെക്കുറിച്ച് ഇത്രയും അറിയാൻ ആകാംക്ഷ കാണിച്ച അദ്ദേഹത്തിന് ആ ഒരു കാറിൻ്റെ പുറകെ പോയി അവരെ പിടിക്കാമായിരുന്നില്ലേ? അതവർ ചെയ്യാഞ്ഞത് എന്താണ്? എനിക്കത് ഭയങ്കര, അത് ഇവിടെ സ്ഥിരം സംഭവമായതുകൊണ്ട് അവരതങ്ങ് വിട്ട് കളഞ്ഞതാണോ എനിക്കറിയില്ല. അതിൻ്റെ പുറകെ പോയി പുലിവാലി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് വിഷമം തോന്നി കേട്ടോ. പിന്നെ തിരിച്ച് ഞാൻ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ചൂണ്ടയുടെ അടുത്ത് വന്നപ്പോൾ ആ ചെറുക്കൻ എന്നോട് ചോദിക്കുകയാണ്, പോലീസുകാർ എന്താ നിങ്ങളോട് സംസാരിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസുകാർ സംസാരിച്ചത് എന്താണെന്ന് നീ കേട്ടില്ലേ? ഞാൻ രഹസ്യം പറഞ്ഞൊന്നും അല്ലല്ലോ, നിനക്ക് കേൾക്കാറില്ല, പോയി ചോദിക്കാം, അവരവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചൂടാവണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചൂടായതൊന്നും അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ജോലി, നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ ഇവിടെ വന്ന ഈ സമയത്ത്? ഞാൻ പറഞ്ഞു ഇത് 3:30-4 മണി ആയ സമയമാണ്. ഇത് വെളുപ്പിനെ 4 മണിക്കല്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് വന്നത്, അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് വന്നാൽ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു അതിന് എനിക്കൊന്നും സംഭവിച്ചില്ല. അല്ല, നിങ്ങളുടെ മുഖത്തെ ആ നിരാശയും നിങ്ങൾക്ക് അതിനകത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടാനോ പറ്റിയില്ല, അതിനകത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു നിരാശ നിങ്ങൾ, സത്യമാണ് എൻ്റെ മുഖത്ത് നിരാശയുണ്ട്. അതിന് നിനക്കെന്താ? നീ ആരെങ്കിലും ആയിക്കോട്ടെ, നീ ഒരു പുരുഷനാണ്, നിനക്ക് പ്രതികരിക്കാൻ, നിന്റെ മുന്നിൽ കണ്ട ഈ അനീതിക്കെതിരെ നിനക്ക് പ്രതികരിക്കായിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒപ്പമൊന്നും നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ? നാണമില്ലേടാ നീ ഒരു ആണാന്ന് പറഞ്ഞ് നടക്കാം. ആ സമയത്ത് എൻ്റെ സകല അതൊരു അന്യ പുരുഷനാണെന്ന് പോലും ഓർക്കാതെ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്, എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ ആർമിക്കാരനാണ്, ഞാൻ മീൻ പിടിക്കുന്ന എൻ്റെ വീട്ടിൽ കറി വയ്ക്കാനാണ്. ഞാൻ ചോദിച്ചു നീ പട്ടാളക്കാരനോ ആർമിക്കാരനോ? എടാ പട്ടാളക്കാരനാണേലും ആർമിക്കാരനാണ്, ഒരു ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിനോട്. അവൻ എങ്ങനെ പ്രതികരിക്കണം? അല്ലെങ്കിൽ നീ ആർമിക്കാരനോ നീ പട്ടാളക്കാരൻ എന്തായാലും നീ സാധാരണ ഒരു യുവാവാണെങ്കിൽ പോലും നീ പ്രതികരിക്കണം. അത് ചെയ്യാത്ത നിനക്ക് ഒരു അർഹതയില്ല നീ ഒരു ആർമിക്കാരനാണെന്ന് പറയാനാ. നീ ഈ സമൂഹത്തിന് ആ കാമക്കഴുതേനെക്കാട്ടി വലിയൊരു വിപത്താണ് നീ. പ്രതികരിക്കാത്തവൻ ഏറ്റവും വലിയ വിപത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു. നീ എന്തിനാണ്? നിനക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് നീ ജോലി ചെയ്യുന്നത്, എല്ലാം ഭൂമിക്ക് ഭാരമാണ്. അങ്ങനെയൊക്കെ പറയാനാട്ടോ എനിക്ക് തോന്നി. ആ സമയത്ത് എന്തോ ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഒരുപാട് നിരാശ ഉണ്ടായത്. അതൊരു ചെറിയ പെൺകുട്ടി, പ്രായപൂർത്തി ആൾക്കാരാണെങ്കിൽ അവരുടെ കാമത്തിന് വേണ്ടി അല്ല അവരുടെ വികാരം തീർക്കാൻ അവർ എവിടെ വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ പ്രതികരിക്കുന്നില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ ഇതൊരു ചെറിയ പെൺകുട്ടിയാണ്. അതിനുശേഷം അവൻ പറയാണ്, നിങ്ങളൊന്ന് അടങ്ങും, നിങ്ങൾ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് 2-3 കാഴ്ചകൾ കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പോൾ നിൻ്റെ ഒരു കാഴ്ച എനിക്ക് നീ കാണിച്ചു തരണ്ട, നീ എന്നോട് സംസാരിക്കാനും വരണ്ട, നീ നിൻ്റെ പാട് നോക്കി പോടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചൂണ്ട എടുത്ത് കുറച്ച് ദൂരേക്ക് മാറിയിരുന്നു. അപ്പോഴാണ് ഒരു കാറ് വന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു ലേഡി ഇറങ്ങി കൂടെ ഒരു 3-4 ആണുങ്ങളും ഉണ്ട്. അവരവിടെ വന്ന് അപ്പോൾ
നക്ഷത്ര തടാകത്തിൻ്റെ ആ സൈഡിൽ ആൾക്കാർക്ക് പാർക്കിങ്ങിനും ആൾക്കണക്ക് തന്നെ ഇറങ്ങി നിൽക്കാനും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വന്ന് ഈ സ്ത്രീയും പുരുഷന്മാരും വന്നിട്ട് ഒരാൾ ബാഗ് തുറന്നിട്ട് മേക്കപ്പ് കിറ്റൊക്കെ എടുത്ത് അവരുടെ കയ്യിലേക്ക് കണ്ണാടിയൊക്കെ കൊടുത്ത് ആ സ്ത്രീനെ മേക്കപ്പ് ചെയ്യുകയാണ്. അപ്പം ഒരാൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാൻഡിൽ വെച്ച് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇയാൾ പറഞ്ഞു ഇപ്പം കണ്ടോണം കാളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് കളി കാണാനോ, അവർ ഏതെങ്കിലും ചാനലിൻ്റെ ആൾക്കാരായിരിക്കും, അവർ ഷൂട്ട് ചെയ്യാൻ എന്നായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം വീണ്ടും ഒരു കളിയാക്കിച്ചിരിയാണ് കേട്ടോ, ഒച്ചത്തിലൊരു കളിയാക്കിച്ചിരി. അപ്പോൾ അതെന്താണ്, ഞാൻ പിന്നെ ശ്രദ്ധ മുഴുവൻ എനിക്ക് അങ്ങോട്ടേ. അപ്പോൾ ആ പെൺകുട്ടി നമ്മൾ എന്ത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അവരെ ഇത് പറയല്ല. ഡ്രസ്സിങ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അവകാശം, അവൾ എങ്ങനെ നടന്നോട്ടെ, ഡ്രസ്സ് ഇട്ടോ നടന്നോട്ടെ, അപ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അല്പ വസ്ത്രം ധരിച്ചിട്ട് അവൾ ആ ക്യാമറയുടെ മുന്നിൽ ആ മലയാറ്റൂർ പള്ളിയുടെ ഓപ്പോസിറ്റ് നിന്ന് കാണിക്കുന്ന പേക്കുത്താണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. അവൻ ചോദിക്കുകയാണ്, അവൾ ഒരു 2 സ്റ്റെപ്പ് വയ്ക്കും, ഓടി കാറിൽ പോകും, ആ കാറിൻ്റെ ഡോറ് തുറന്ന് റോഡിൽ തന്നെ നിന്നുകൊണ്ട് അവിടെ വസ്ത്രം ഉരുട്ട് അടുത്ത വസ്ത്രം ഇടുവാണ്. അത് ചെറിയ ഉടുപ്പുകൾ, ഈ അരയ്ക്ക് താഴെ മാത്രമുള്ള 2-3 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് ഇത് ആൾക്കാർ എന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോഴും വീണ്ടും ആ പെൺകുട്ടി പോയിട്ട് ഒരു ഷോർട്സ്, ഒരു എന്താ പറയുക, ഷഡിയാണോ അതല്ല, ഒരു ഷോർട്സ് ആണോ അതല്ലാത്ത രീതിയിലുള്ള ഒരു ഇത്, പിന്നെ ഒരു ബ്രാഡ്, ഇപ്പോഴത്തെ നമ്മൾ സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസ് ബ്രാ ഉണ്ടല്ലോ, ആ ബ്രാ പോലത്തെ ഒരു ഷിമ്മി അല്ല ബ്രായും അല്ലാത്ത രീതിയിലുള്ള ഒരെണ്ണം ഇട്ടുകൊണ്ട് ആ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ ഒരു കല്ല് ഉന്തിക്കൊണ്ട് വന്ന് അവരിടുവാണ്. ആ കല്ലിൽ ഒരു കാലെടുത്ത് വെച്ചിട്ട് അവൾ നിന്ന് പോസ് ചെയ്യണം. അവൾ ചെയ്ത പോസ് അധികം വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം നില നമ്പ്യാർ അല്ലെങ്കിൽ ഷക്കീല എന്നൊക്കെ അതൊന്നും അല്ല, അവരൊന്നും പബ്ലിക്കിൽ ഇത്രയും കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് വൃത്തികേടാണ് ഈ പരിശുദ്ധമായ സ്ഥലത്ത് വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്. ഞാനൊന്നും വേണ്ടിയില്ല, കാരണം നമ്മുടെ ഒപ്പം നിൽക്കാനൊന്നും ആരും ഉണ്ടാവില്ല, ആൾക്കാർ നമ്മളെ തെറി പറയുള്ളൂ. ഞാൻ അതോടുകൂടി നിർത്തി. പക്ഷെ എന്നാലും എൻ്റെ നോട്ടം കണ്ടപ്പോഴത്തേക്കും ആ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ പറയുക, അപ്പോൾ ഇവൻ പറയാണ്, കണ്ടല്ലോ ഇനി വേറെ സംഭവം നടക്കും, ഇത് ഒരെണ്ണമേ ആയുള്ളൂ. അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. എനിക്ക് എന്തെന്നില്ലാത്തൊരു സങ്കടമോ ഒരു വിഷമമൊക്കെ വന്നു. ഞാൻ മലയാറ്റൂർ പള്ളിയുടെ മുകളിലേക്ക് നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്ത് വന്നോട്ട് ഈ കാണിക്കുന്ന പേക്കുത്ത്, ഒരു വിലയില്ലാതെ, ഈ പരിശുദ്ധമായ സ്ഥലത്തിന് ഒരു വില കൊടുക്കാതെ ഈ ആൾക്കാർ കാണിക്കുന്ന പേക്കുത്താണ്. അതിനുശേഷം അവർ കാറിലേക്ക് മാറുകയും അപ്പോഴാണ് മറ്റൊരു കാറ് വന്ന് നിൽക്കുകയാണ്. അവിടെ കാറുകളുടെ പ്രളയമാണ്. അവിടെ അതിനകത്ത് നിന്ന് ഒരു 4 ആൺകുട്ടികൾ ഇറങ്ങുകയാണ്, ആ കൂടി ഒരു പെൺകുട്ടി. ഓരോരുത്തരായിട്ട് അവൻ കാണിച്ചു തരുവാണ്, കണ്ടോണം. ഓരോരുത്തരായിട്ട് ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം വന്ന് അവർ ഈ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നു. ഇവിടെ ഈ ഒരു കാറിൽ വന്ന ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീയും പുരുഷനും ഇരുന്ന് മീൻ പിടിക്കുന്നു. ഒന്നും അവരുടെ കണ്ണിൽ പെടുന്നില്ല. അവർ ഓരോരുത്തരും 10-15 മിനിറ്റ് ഇടവിട്ട് ആ റബ്ബർ തോട്ടത്തിലേക്ക് ഈ പെൺകുട്ടിയായിട്ട് പോവുകയാണ്. എന്താണ് അല്ലേ ഇത്രയും പരിശുദ്ധമായ മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഈ ആ പീഡനങ്ങൾ, ഒരു നിയന്ത്രണം ഇല്ലാതെ ഇത് എന്താണ് നടക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആരോടാണ് ഇതൊന്ന് പറയാന്നുള്ള സങ്കടമായി പോയിട്ടോ. അപ്പൊ ആ ചെക്കനോട് പറയാണ്, എന്നെ പറഞ്ഞത് ഇപ്പം മനസ്സിലായോ, പ്രതികരിക്കാൻ പോയാലേ ഞാൻ പടവാകുമെന്ന്. എന്താ പറയാ അമ്മേ, എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അപ്പൊ എല്ലാം പറയുന്നത് ഞാൻ നിങ്ങളോടാണ്, ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണ്.